ഹലോ നമസ്കാരം. എൻ വി ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ വരക്കുവാനുള്ള ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ലെസണിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഏകദേശം 10ഓളം ചിത്രങ്ങൾ നിങ്ങൾ നിർബന്ധമായും കാണാതെ വരക്കുവാനും ലാബൽ ചെയ്യുവാനും നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. അതിലെ ഓരോ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഭാഗം അടയാളപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതിനകത്ത് 2 ചോദ്യങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ എ സ്റ്റെയിനഡ് സ്ലൈഡ് ഓഫ് യുവർ ചീക്ക് എപ്പിത്തീലിയൽ സെൽ, ഡ്രോ ആൻഡ് ലാബൽ എനി വൺ പാർട്ട് ഓഫ് എ സെൽ. നിങ്ങളുടെ ചീക്കിനകത്തുള്ള സെല്ലുകൾ, ചീക്ക് എപ്പിത്തീലിയൽ സെല്ലുകൾ ഐസൊലേറ്റ് ചെയ്തിട്ട് നിങ്ങളത് സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അത് ആൻസർ ഷീറ്റിൽ വരച്ചിട്ട് ഒരു സെല്ലിൻ്റെ ചിത്രം വരച്ചിട്ട് അത് ലേബൽ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യനിലെ 2ാമത്തെ ചോയ്സ്, പ്രിപ്പയർ എ നീറ്റ്ലി സ്റ്റെയിനഡ് തിൻ സ്ലൈഡ് ഓഫ് യുവർ ബ്ലഡ് സ്മിയർ. നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലഡ് എടുക്കുക, എന്നിട്ട് അതിനെ സ്മിയർ ആക്കുക, സ്റ്റെയിൻ ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് അധ്യാപകന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ട സെല്ല് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഐഡൻറ്റിഫൈ ദ സെൽ, ഡ്രോ ആൻഡ് ലാബൽ എനി വൺ ബ്ലഡ് സെൽ. നിങ്ങൾ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു സെല്ല് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലിൻ്റെ ചിത്രം വരക്കുക. ലേബൽ വൺ പാർട്ട്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന അധ്യാപകൻ ഇതിലേത് വേണം എന്നുള്ളത് തിരഞ്ഞെടുത്ത് പറയും. ചിലപ്പോൾ ചീക്ക് എപ്പിത്തീലിയൽ സെല്ലുകൾ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ബ്ലഡ് സ്മിയർ ഉണ്ടാക്കിയിട്ട് സ്റ്റെയിൻ ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ബ്ലഡ് സെല്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലിൻ്റെ ചിത്രം വരക്കാനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. ചീക്ക് എപ്പിത്തീലിയൽ സെല്ലിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ സ്മിയർ ഉണ്ടാക്കി പ്രിപ്പറേഷന് 1 മാർക്കും, നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിന് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 2 മാർക്കാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാനും വരക്കുവാനും ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ. പ്രിപ്പയർ എ തിൻ സ്റ്റെയിനഡ് സ്ലൈഡ് ഓഫ് യുവർ ചീക്ക് എപ്പിത്തീലിയൽ സെൽ, ഡ്രോ ആൻഡ് ലാബൽ എനി വൺ പാർട്ട് ഓഫ് എ സെൽ എന്നാണ്. നമ്മൾ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യാൻ 1 മാർക്കും, വരച്ച് ലേബൽ ചെയ്ത് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുന്നതിന് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 2 മാർക്കാണുള്ളത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ടൂത്ത് പിക്ക് കൊണ്ട് വീഡിയോ കാണിച്ച പോലെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്യുക. അതിനുശേഷം ടൂത്ത് പിക്കിനകത്ത് പറ്റിപ്പിടിച്ച സെല്ലുകൾ നമ്മൾ സ്ലൈഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക. തുടർന്ന് ഈ പരീക്ഷണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനാണ് മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുന്നു. 1-2 മിനിറ്റിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ള സ്റ്റെയിനുകൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലിച്ചെടുക്കുന്നു. അതിനുശേഷം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെല്ലുകൾ കാണാം. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ സെല്ലുകൾ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ചീക്ക് എപ്പിത്തീലിയൽ സെൽ. ആക്ച്വലി നമ്മുടെ ചീക്ക് എപ്പിത്തീലിയൽ സെൽ എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് എപ്പിത്തീലിയൽ ആണ്. സ്ക്വാമസ് എന്ന തിൻ ഫ്ലാറ്റൻഡ് സെല്ലുകളാണ് സ്ക്വാമസ് എപ്പിത്തീലിയൽ. പരന്ന് ടൈപ്പുള്ള സെല്ലുകളാണ്, കട്ടിയില്ലാത്ത സെല്ലുകളാണ് ചീക്ക് എപ്പിത്തീലിയൽ സെൽ. അപ്പോൾ ചീക്ക് എപ്പിത്തീലിയൽ സെൽ എന്ത് ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ലുകൾ എന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ സാധനം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അധ്യാപകന് കാണിച്ചു കൊടുക്കുക. അധ്യാപകൻ പറയും ഇത് എന്ത് സെല്ലാണ്. അപ്പം നിങ്ങൾ പറയാം ചീക്ക് എപ്പിത്തീലിയൽ സെല്ലുകളാണെന്ന് പറയാം. അത് എന്ത് ടൈപ്പ് എപ്പിത്തീലിയൽ സെല്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം അത് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ലുകളാണെന്ന് പറയാം. എന്നിട്ട് ഇനി വരച്ച് കാണിച്ചു കൊടുക്കണം. ഇതാണ് വരച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ വരച്ച് കാണിക്കുക. ഇതേപോലെ കാണണ്ട, ഏതെങ്കിലും ഒരു സെല്ല് വരച്ചാൽ മതി. ഇതിനകത്ത് 3 സെല്ലുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു സെല്ലുകൾ പോലെ വരച്ചിട്ട് ന്യൂക്ലിയസ് ഒക്കെ അടയാളപ്പെടുത്താം. ഏതൊക്കെ ഭാഗം അടയാളപ്പെടുത്താം? ന്യൂക്ലിയസ് അടയാളപ്പെടുത്താം, സൈറ്റോപ്ലാസം അടയാളപ്പെടുത്താം, പ്ലാസ്മ മെംബ്രെയിൻ അടയാളപ്പെടുത്താം, ഇതിനകത്തുള്ള ഗ്രാനുൾസ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമാണ് പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഡയഗ്രത്തിന് 1 മാർക്കുണ്ട്, പ്രിപ്പറേഷൻ 1 മാർക്കുണ്ട്, അങ്ങനെ 2 മാർക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കാം. ഈസി ആണല്ലോ അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. പ്രിപ്പയർ എ നീറ്റ്ലി സ്റ്റെയിൻഡ് തിൻ സ്ലൈഡ് ഓഫ് യുവർ ബ്ലഡ് സ്മിയർ. നിങ്ങൾ ബ്ലഡ് എടുത്തിട്ട് സ്മിയർ ആക്കുക, എന്നിട്ട് അത് സ്റ്റെയിൻ ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ദ ബ്ലഡ് സെൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ല് കണ്ടെത്തുക, ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലിൻ്റെ ചിത്രം വരക്കുക, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ചീക്ക് എപ്പിത്തീലിയൽ സെല്ല് സ്റ്റെയിൻ ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് സ്മിയർ ഉണ്ടാക്കിയിട്ട് ഫോക്കസ് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. അത് വരുന്ന അധ്യാപകൻ തീരുമാനിക്കും ഏത് വേണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. എങ്ങനെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം? ബ്ലഡ് എടുത്തതിന് ശേഷം ഓരോ ഡ്രോപ്പും നമ്മുടെ സ്ലൈഡിൻ്റെ ഒരറ്റത്ത് വെക്കുക.
മറ്റൊരു സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണിച്ചതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചുകൊണ്ട് സ്മിയർ ആക്കുക. വളരെയധികം തിൻ സ്മിയർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വലിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു സ്മിയർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. 1-2 മിനിറ്റുകൾക്ക് ശേഷം ഈ സ്മിയറിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു. സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലീഷ്മാൻ സ്റ്റെയിനാണ്. ഇങ്ങനെ ലീഷ്മാൻ സ്റ്റെയിൻ സ്മിയറിൻ്റെ മുകളിലൂടെ മൊത്തം സ്പ്രെഡ് ചെയ്ത് 1-2 മിനിറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 1-2 മിനിറ്റുകൾക്ക് ശേഷം എക്സസ് സ്റ്റെയിന് വളരെ ശ്രദ്ധിച്ച് എക്സസ് സ്റ്റെയിൻ വാഷ് ചെയ്യുകയും അതിനുശേഷം ഇത് ഡ്രൈ ചെയ്യാൻ വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് നോക്കുക. സ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമ്മൾ കാണാം. ധാരാളം റൗണ്ട് സ്ട്രക്ചറുകൾ. ഈ റൗണ്ട് സ്ട്രക്ചർ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും കാണുക. ധാരാളം റൗണ്ട് സ്ട്രക്ചറുകൾ. ഈ റൗണ്ട് സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്ത് എന്ന് പറയുന്നത്? RBC എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെല്ലുകൾ അല്ലെങ്കിൽ എറിത്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയും ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രം വരക്കണം. ഇതാ RBCൻ്റെ ചിത്രം ഇതാ വരയ്ക്കുന്നത്. നല്ല ഈസി ആയിട്ട് വരക്കാം മതി. ജസ്റ്റ് RBC എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു റൗണ്ട് ഇടുക. അതിൻ്റെ ഉള്ള റൗണ്ട്. ഇത് റൗണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് അല്ല, അതിൻ്റെ ഉള്ളിലെ ആ ചെറിയൊരു കുഴിയാണ് അല്ലേ, ചെറിയൊരു കുഴിയാണ്. ആ കുഴി എന്ന് പറഞ്ഞാൽ ബൈക്കോൺകേവ് ഷേപ്പാണ് RBCക്ക് ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ സൈറ്റോപ്ലാസം അടയാളപ്പെടുത്താം. ആദ്യമേ ശ്രദ്ധിക്കുക, RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. RBC എന്താണ്? എന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ RBCൻ്റെ ചിത്രം നിങ്ങൾക്ക് വരക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു WBCൻ്റെ ചിത്രം വരക്കാം. ഇതാ ന്യൂട്രോഫിൽ വരയ്ക്കാൻ എന്ത് ഈസിയാണ് നോക്കൂ. ന്യൂട്രോഫിൽ ഈ WBC എന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് ഉണ്ടല്ലേ. ബേസോഫിൽ ഉണ്ട്, ഇസിനോഫിൽ ഉണ്ട്, ന്യൂട്രോഫിൽ ഉണ്ട്. ഈ ന്യൂട്രോഫിലാണ് ചിത്രത്തിൽ കാണുന്നത്, ഇസിനോഫിലാണ് കാണുന്നത്, ബേസോഫിൽ ഇവിടെ കാണാം, മോണോസൈറ്റ് ഇവിടെ കാണാം, ലിംഫോസൈറ്റ് ഇവിടെ കാണാം. ഇത് വൈവക്ക് ചോദിക്കുക. നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ എന്ത് സ്റ്റെയിനാണ് ബ്ലഡ് സ്മിയർ ഉണ്ടാക്കിയപ്പോൾ ആഡ് ചെയ്ത് വയ്ക്കും? അപ്പോൾ നിങ്ങൾ പറയും ലീഷ്മാൻ സ്റ്റെയിൻ. നിങ്ങൾ എന്താണ് കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ റൗണ്ട് സ്ട്രക്ചറുകളാണ് കണ്ടതെങ്കിൽ RBC കണ്ടു എന്ന് പറഞ്ഞു. RBCൻ്റെ വേറെ പേരെന്താണ്? എറിത്രോസൈറ്റ് ആണ്. RBC എന്യൂക്ലിയേറ്റഡ് ആണ്. RBCയുടെ ലൈഫ് സ്പാൻ 120 ദിവസമാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ വെക്കുക. ഇനി ഏതെങ്കിലും WBC ചോദിച്ചു കഴിഞ്ഞാൽ പറയാം 5 ടൈപ്പ് WBC: ബേസോഫിൽ, ഇസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇനി ഈ WBCനകത്ത് ഗ്രാന്യൂൾസ് ഉണ്ടോ ഗ്രാന്യൂൾസ് ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ടൈപ്പ് WBC ഉണ്ട്. 2 ടൈപ്പ് WBC ഉണ്ട്. ഒന്ന് ഗ്രാനുലോസൈറ്റും 2 എഗ്രാനുലോസൈറ്റും. ഇത്രയും ഞാനിപ്പോൾ റൗണ്ട് വരയ്ക്കുന്ന ഇത്രയും സാധനങ്ങൾ, അതായത് ബേസോഫിൽ, ഇസിനോഫിൽ, ന്യൂട്രോഫിൽ, ഇത്രയും പേര് ഗ്രാനുലോസൈറ്റുകൾ എന്നാണ് അറിയപ്പെടുക. ഇത്രയും 2 പേര് ആരൊക്കെ? മോണോസൈറ്റും ലിംഫോസൈറ്റും. ഇവരെ വിളിക്കുന്ന പേര് എഗ്രാനുലോസൈറ്റ്. ഇവന്മാർക്ക് ഗ്രാന്യൂൾസ് ഉണ്ടാവില്ല. ആർക്ക്? മോണോസൈറ്റും ലിംഫോസൈറ്റും. ന്യൂട്രോഫിലും, ഇസിനോഫിലും, ബേസോഫിലും ഗ്രാന്യൂൾസ് ഉണ്ടാവും. നോക്കി നോക്കൂ, ഈ സെല്ലുകൾക്ക് അകത്ത് കണ്ടില്ലേ കുറേ ഡോട്ട് സ്ട്രക്ചറുകൾ? അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാന്യൂളുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് വരക്കാൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് വരയ്ക്കേണ്ട ചിത്രങ്ങൾ. ഒന്ന് നോക്കൂ. ന്യൂട്രോഫിൽ വരക്കാൻ പഠിക്കൂ. ന്യൂട്രോഫിൽ ഏതൊക്കെ ഭാഗം അടയാളപ്പെടുത്താം? ന്യൂക്ലിയസ് അടയാളപ്പെടുത്താം, സൈറ്റോപ്ലാസം അടയാളപ്പെടുത്താം, അതിനകത്തുള്ള ഗ്രാന്യൂൾസ് അടയാളപ്പെടുത്താം. ഇതാ ഇസിനോഫിൽ. ഈസി ആയിട്ട് പാട്ട് കേൾക്കാമെന്ന് ആലോചിച്ചോളൂ. ഈസി ആയിട്ട് പാട്ട് കേൾക്കാം. നമ്മൾ ഈസി ആയിട്ട് പാട്ട് കേൾക്കാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു? അത് ഹെഡ്ഫോൺ ഷേപ്പിലെ ഇയർഫോൺ ഉപയോഗിക്കുന്നത്. അത് ഈ ഹെഡ്ഫോൺ ഷേപ്പ് സ്ട്രക്ചറാണ്. ഇതിനകത്ത് ഗ്രാനുൾസ് വിളിക്കണം. എന്ത് ഈ ഹെഡ്ഫോൺ ഷേപ്പ്? ഇതൊക്കെ അവന്മാരുടെ ന്യൂക്ലിയസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ഗ്രാനുൾസ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ചിത്രം നോക്കൂ. ബേസോഫിൻ്റെ ചിത്രം നോക്കൂ. ബേസോഫിൽ ന്യൂക്ലിയസ് കാണാം, സൈറ്റോപ്ലാസം കാണാം, ഗ്രാനുൾസ് കാണാം. ഇനി മോണോസൈറ്റ് നോക്കൂ സുഹൃത്തുക്കളെ. മോണോസൈറ്റ് എൻ്റെ മോനാണ്, എൻ്റെ മോൻ എനിക്ക് ലവ് ആണല്ലേ. എൻ്റെ മോൻ എനിക്കെന്താണ്? ലവ് ആണ്. അതിൻ്റെ ന്യൂക്ലിയസ് ഏകദേശം കിഡ്നി ഷേപ്പ് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുക, സൈറ്റോപ്ലാസം അടയാളപ്പെടുത്തുക. ഒരിക്കലും ഗ്രാനുൾസ് അടയാളപ്പെടുത്തരുത്. ലിംഫോസൈറ്റ് എന്ന വളരെയധികം സിമ്പിളായിട്ടുള്ള ചിത്രമാണ്. ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ? 2 ടൈപ്പ് ലിംഫോസൈറ്റ് നിങ്ങൾക്കറിയാം. 2 ടൈപ്പ് ലിംഫോസൈറ്റ് ഉണ്ട്. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റ്. ഇതെങ്ങനെ വരയ്ക്കും? ലിംഫോസൈറ്റ് ഒന്നുമില്ല. ഇത്ര വരച്ച് കഴിഞ്ഞാൽ എന്തായി? ഇങ്ങനെ വരയ്ക്കുക. അതിനകത്ത് റിങ്ങും കൂടി വരയ്ക്കുക. ഇതെന്താണ്? സൈറ്റോപ്ലാസം. ഇതെന്താണ്? ന്യൂക്ലിയസ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. സ്മിയർ ഉണ്ടാക്കുക. സ്മിയർ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ലീഷ്മാൻ സ്റ്റെയിനൊക്കെ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് സാറിന് ഇതേപോലെ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം സാറ് വിളിക്കുക. സാറ് പറയും
നിങ്ങളോട് ചോദിക്കും എന്താ നിങ്ങൾ കണ്ട്, നിങ്ങൾ പറയാം RBC. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈവ ഉണ്ടാവും. ഏത് സ്റ്റെയിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ലീഷ്മാൻ സ്റ്റെയിൻ. ലീഷ്മാൻ സ്റ്റെയിൻ അല്ലാതെ വേറെ ഏതെങ്കിലും ബ്ലഡ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുകയോ വേറെ ഏതെങ്കിലും സ്റ്റെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റൈറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ ഉപയോഗിക്കുന്നതിന് മനസ്സിലാക്കുക. എന്താ നിങ്ങൾ കണ്ടതെന്ന് ചോദിച്ചാൽ ബ്ലഡ് സെൽ എന്ന് പറയാം. ഏത് ബ്ലഡ് സെല്ലാണ് കണ്ടു വെച്ചാൽ മിക്കവാറും ഇതേപോലെ റെഡ് ബ്ലഡ് സെല്ല് കാണുകയാണെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലുകളാണെന്ന് പറയാം. ഇനി വേറെ നിങ്ങൾക്ക് WBC ഏതൊക്കെ ടൈപ്പാന്ന് ചോദിക്കും. ഗ്രാനുലോസൈറ്റും എഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റിന് എക്സാമ്പിൾ ഏതൊക്കെ? ബേസോഫിൽ, ഇസിനോഫിൽ, ന്യൂട്രോഫിൽ. എഗ്രാനുലോസൈറ്റ് മോണോസൈറ്റും ലിംഫോസൈറ്റും. ചിത്രങ്ങൾ വരക്കാൻ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ 10ഓളം ചിത്രങ്ങൾ വരക്കാൻ പഠിച്ചു. ഇത്രയും ചിത്രങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ വരക്കാനുണ്ടാവും. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മസ്കുലർ ടിഷ്യൂവിൽ സ്കെലിറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ പഠിച്ചു. അതിൽ തന്നെ നമ്മൾ TS ഓഫ് ടെസ്റ്റിസ്, TS ഓഫ് ഓവറി, TS ഓഫ് ബ്ലാസ്റ്റുല, എംബ്രിയോളജി സ്ലൈഡുകൾ പഠിച്ചു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ചും വിസ്ര ഓഫ് ഫ്രോഗും വരക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ ചീക്ക് എപ്പിത്തീലിയൽ സെല്ല് ചെയ്യാൻ പഠിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ പഠിച്ചു. ഒപ്പം തന്നെ ബ്ലഡ് സ്മിയർ ഉണ്ടാക്കാൻ പഠിച്ചു. അതിനകത്തുള്ള സെല്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതിനകത്തുള്ള സെല്ലുകൾ വരക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഈ 3 എപ്പിസോഡുകളായിട്ട് 10ഓളം ചിത്രങ്ങൾ നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ, പ്രാക്ടിക്കൽ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.